അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പവിത്രമായ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരുന്നു. ഈ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞത് ആശൂറയുടെ വ്രതമാണ്, താസൂഇന്റെ വ്രതമാണ്. അഥവാ മുഹറം 9-നും 10-നും നോമ്പെടുക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. അതാണ് അതിൽ നമുക്ക് പ്രത്യേകമായി ചെയ്യുവാനുള്ള ഏക കാര്യം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഈ ഒരു മുഹറം മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ചില ചടങ്ങുകൾ മുസ്ലിയാക്കന്മാര് സോഷ്യൽ മീഡിയകളിലൂടെ നിർബാധം, അതെല്ലാ വർഷവും അവർ പറയും, ഇക്കൊല്ലവും പറഞ്ഞിരിക്കുന്നു, അവർ നിർബാധം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ പറയുന്നത് ഈ മാസം മുഹറം ദുൽ ഹജ്ജ് അവസാനിക്കുകയും അതുപോലെ തന്നെ മുഹറം എന്ന പുതിയ മാസം വർഷം പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ദുആയുണ്ട് എന്നാണ്. ഒരടിസ്ഥാനവുമില്ല. വർഷാവസാനത്തിൽ ചൊല്ലേണ്ട ദുആ എന്ന നിലക്ക് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. വർഷാരംഭത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥന എന്ന നിലക്കും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇവരിതാ പറയുന്നുവെന്ത്, മുഹറം 1-ന് പ്രത്യേകം ചില ചടങ്ങുകൾ. അതെന്താണെന്നറിയോ? ഒരു കഷ്ണം കടലാസ് എടുക്കുക. ഒരു മുസ്ലിയാർ പറയുന്നത് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഹിജ്റ വർഷാരംഭ ദിനത്തിൽ രാത്രിയോ പകലോ ഏതുമാവാം. അഥവാ മുഹറത്തിന്റെ ആദ്യ ദിവസം 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതി വീട്ടിലോ മറ്റോ സൂക്ഷിച്ചാൽ ആ എഴുതിയ വ്യക്തിയെയും അവന്റെ ഭാര്യയും സന്താനങ്ങളും അവരുടെ മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും കാണേണ്ടി വരില്ല. കൂടാതെ ആപത്തുകൾ, മുസീബത്തുകൾ അവർക്ക് വന്നു ചേരില്ല. കൂടാതെ ഒരുപാട് ഗുണഫല നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. ഉറപ്പ്, ഇൻഷാ അല്ലാഹ്. ആയിരക്കണക്കിന് അനുഭവം. ബിസ്മി എഴുതേണ്ട രൂപം പറയാം. അല്പം നീളം കൂടിയ വരയില്ലാത്ത വെള്ള കടലാസ് എടുക്കുക. ശേഷം ശുദ്ധിയായി വുളൂഅ് ചെയ്യുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതും നല്ലതാണ്. ശേഷം നല്ല നിയ്യത്തോടെ ഇഖ്ലാസോടെ ഖിബ്ലക്ക് മുന്നിട്ട് ബിസ്മി ഒറ്റ അക്ഷരമായി ഇതുപോലെ വൃത്തിയായി എഴുതുക. ബിസ്മിൽ 19 അക്ഷരങ്ങളാണ് ഉള്ളത്. പരസ്പരം കൂട്ടിമുട്ടാതെ ഒറ്റ അക്ഷരമായി എഴുതണം. ഫത്ഹും കസ്റും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എഴുതി കഴിഞ്ഞ ശേഷം 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ആ എഴുതിയ കടലാസിൽ ഇഷ്ഫി എന്ന് പറഞ്ഞു മന്ത്രിച്ചു വൃത്തിയുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക. എഴുതി വെക്കുന്നവർ നിത്യവും 113 തവണ ബിസ്മി പതിവാക്കുകയും ചെയ്താൽ വളരെ ഫലം കിട്ടുകയും ചെയ്യും. എന്താ പറയുന്നത്? അതിൽ പറയുന്നത് എന്താ? ഒരു കഷ്ണം കടലാസോ അതെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തുണിയോ ഒക്കെ എടുത്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം? 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം. മുഹറം 1-ന് ചെയ്യേണ്ട, തിരക്കിട്ട് ചെയ്യേണ്ട പണിയാപ്പത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു കടലാസിലോ അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ എഴുതുക. അത് എഴുതുന്നതിന്റെ രൂപം മൂപ്പര് പറഞ്ഞല്ലോ. എങ്ങനെയാണ്? ഒറ്റ അക്ഷരാക്കിയിട്ട് എഴുതണം. ബി എന്നിങ്ങനെ ഇട്ടിട്ട് അത് പുള്ളിയൊന്നും ഇടരുത്. പിഞ്ഞാണ എഴുതുന്ന ഒരു രീതി ഉണ്ട്. ആ രൂപത്തിലുള്ള ഒരെഴുത്താണ്. ഒറ്റക്ഷരമായിട്ട് കൂട്ടി എഴുതാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അത് എഴുതേണ്ട രൂപം. അങ്ങനെ 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഹറം മാസത്തിന്റെ 1-ാമത്തെ ദിവസം എഴുതിയാൽ പച്ച നുണ പറയുന്നത് എന്താണെന്നറിയോ? ലം യനൽ ഹാമിലഹാ മക്റൂഹുൻ ഫീഹി വലാ ഫീ അഹ്ലി ബൈതിഹി മുദ്ദത ഉംരിഹി. ആ ഒരു വർഷത്തിൽ പിന്നെ അവന്റെ വീട്ടിലോ അവന്റെ ആയുസ്സിലോ അവന്റെ കുടുംബക്കാരിലോ യാതൊരു നിലക്കുള്ള വേണ്ടാത്തരങ്ങളും അതുപോലെ തന്നെ വെറുക്കപ്പെട്ട കാര്യങ്ങളും അപകടങ്ങളും ഒന്നും സംഭവിക്കൂല എന്ന് ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ സമൂഹത്തോട് എഴുതി പഠിപ്പിക്കുകയാണ്. ഇമ്പോസിഷൻ എഴുതിക്കുന്നത് പോലെ 113 തവണ ഒരു പേപ്പറിൽ ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതണം പോലും ആരാടോ ഇത് പഠിപ്പിച്ചത്? ഇങ്ങനെ ഒരു കാര്യം മെനക്കെട്ട് കുത്തിരുന്ന് ചെയ്യാൻ അതാരാണത് പുണ്യമാണെന്ന് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു ബിദ്അത്തായ രീതിയാണ്, ശ്രദ്ധിക്കുക. വേറൊരു പിന്നെന്താ പറയുന്നത്? 360 തവണ ആയത്തുൽ കുർസി. നോക്കണം, നിങ്ങൾ അടുത്ത പരിപാടി ഇടിപ്പിക്കുകയാണ്. എന്താണത്?
മൻ ഖറഅ ഫീ അവ്വലി യൗമിൻ മിൻ മുഹറം ആയത്തുൽ കുർസി 360 മറ മഅൽ ബസ്മലതി ഫീ കുല്ലി മറത്തിൻ ഫഇന്നഹാ ഹിസ്നുൻ മിനശ് ശൈത്താനിർ റജീം ഫീ ദാലികൽ ആം. കണ്ടോ, ഉണ്ടാക്കുകയാണ് ഓരോന്ന്. എന്ത്? ആരെങ്കിലും മുഹറം മാസം 1-ാം തീയതി തന്നെ ആയത്തുൽ കുർസി 360 തവണ ഓരോ തവണ ചൊല്ലുമ്പോഴും തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മിയും കൂട്ടിയിട്ട് 360 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അക്കൊല്ലം മുഴുവനും റജീമായ ശൈത്താന്റെ ശർറിൽ നിന്ന് അവനൊരു സുരക്ഷയാണ്. എന്നിട്ട് ഒരു പ്രാർത്ഥനയും പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? اللهم يا محول الأحوال حول حالي إلى أحسن الأحوال بحولك وقوتك يا عزيز يا متعال وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. അള്ളാഹിനോടാ പറയുന്നതൊക്കെ. അള്ളാഹു പറയുന്നത് ശരിക്ക് പേരുടെ നിയമത്തിന് എതിരാണ്. പ്രാർത്ഥനയ്ക്ക് അള്ളാഹിനോടാ. വർഷത്തെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ, എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല സ്ഥിതിയിലേക്ക് മാറ്റണേ എന്നൊക്കെ പറഞ്ഞൊരു സലാത്തും ചൊല്ലിയിട്ടുള്ള അവസാനിപ്പിക്കലാണ്. അർത്ഥത്തിന് തകരാറൊന്നുമില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുആ മുനാഫിക്കിന്റെ ദുആയാണ്, കാഫിറിന്റെ ദുആയാണ്. കാരണം അള്ളാഹിനോട് നേരിട്ട് ചോദിക്കുക, റസൂലുള്ളാഹിനോടോ മഹാന്മാരോടോ ഒക്കെ ചോദിക്കാതിരിക്കുക എന്നുള്ളത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്, കാഫിറിന്റെ ലക്ഷണമാണല്ലോ. അപ്പൊ ഇവർക്കിതൊന്നും ചൊല്ലാൻ പാടില്ല. പക്ഷെ ഇതിങ്ങനെ ഇടക്കൊരു സത്യം അങ്ങനെ അള്ളാഹിനോട് നേരിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കും ആയിരിക്കും എന്നൊക്കെ നമ്മൾ സമാധാനിക്കുക. എന്തായാലും ഇതൊരു ബിദഅത്താണ്. എപ്പോഴാണ് ബിദഅത്താകുന്നത്? ഇതിങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഇതിങ്ങനെ 360 തവണ ഒരായത്തുൽ കുർസി ഓതണം മുഹറം 1-ന്. കണ്ടോ, സമയം നിശ്ചയിച്ചു, എണ്ണം നിശ്ചയിച്ചു, പുണ്യം നിശ്ചയിച്ചു. ആരാധികാരം തന്നത്? അപ്പൊ ബിദഅത്തായ പരിപാടിയാണിത്. ഇനി നിങ്ങൾ നോക്ക്, മുഹറത്തിന്റെ ആദ്യത്തെ 10 ദിവസവും സൂറത്തു തൗബയുടെ അവസാന ഭാഗത്ത് വന്ന ഈ 2 ആയത്ത് 100 വട്ടം മുഹറത്തിൽ ആദ്യത്തെ 10 ദിവസവും പറയണം. അത് ആശൂറായിന് 10ന്റെ അന്ന് 1000 തവണ ചൊല്ലിയാൽ വമ്പിച്ച പ്രതിഫലമാണ്. 1000 തവണ അന്ന് ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ചൊല്ലാൻ പറയാണ്. നോക്കി നിങ്ങൾ. ഇനി വേറൊരാൾ പറയുന്നത് എന്താണ്? ഖുർആനിലെ ആയത്തുകളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ച് എത്രയാ അവനെ എണ്ണം നിശ്ചയിക്കുന്നത്? 6666 തവണ. അങ്ങനെയാണോ ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം? നിങ്ങൾ ഖുർആനിലെ സൂറത്തുകളൊന്ന് കാൽക്കുലേറ്ററിൽ എടുത്ത് അതിന്റെ നമ്പർ ഇട്ടൊന്ന് കണക്കൂട്ടി നോക്കി. 6666 അതന്നെ നുണയാണ്. അപ്പൊ 6666 എന്നൊരു മഹത്തായ എണ്ണം നിശ്ചയിച്ചു. എന്നിട്ടോ 6666 വട്ടം അന്നത്തെ ദിവസം എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയാ. ഖുർആനിലെ ആയത്തുകളുടെ എണ്ണത്തിനനുസരിച്ച് അത് പറഞ്ഞാൽ വമ്പിച്ച പ്രതിഫലമുണ്ട്. ഇത് ഈ രൂപത്തിൽ. പിന്നെ മുഹറം 10നോ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് 70 തവണ പറഞ്ഞാൽ ഒരപകടങ്ങളും ആ വർഷത്തിൽ ഉണ്ടാവുകയില്ല. പിന്നെയോ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് 70 തവണ മുഹറം 10ന് പറഞ്ഞാൽ ആ കൊല്ലം അവൻ മരിക്കൂല. അപ്പൊ കണ്ട, മരിക്കാതിരിക്കാനും ദിക്റുണ്ട്. മരിക്കാതിരിക്കാനുള്ളത് ദിക്റാണിത്. ഇത് 70 തവണ പറഞ്ഞ. അഥവാ അയാൾ ആ കൊല്ലം മരിച്ചാലോ അയാളെ കൊല്ലത് പറഞ്ഞിട്ടുണ്ടാവില്ല. അയാളെ കൊല്ലം മരിച്ചു എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഹദീസുകളുണ്ട്, ആയത്തുകളുണ്ട്, ദിക്റുകളുണ്ട്, ദുആകളുണ്ട് എന്ന് പറയാണ്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആയത്തുൽ കുർസി ഓതല്ലേ, ഖുർആൻ ഓതല്ലേ, ദിക്റല്ലേ, എന്താ ഇതിലൊക്കെ തെറ്റുള്ളത്? മൗലവിമാരെ, എന്തിനാ നിങ്ങളിത് ബിദ്അത്ത് ഉണ്ടാക്കുന്നത്? പറയട്ടെ, ഇതൊന്നും അള്ളാന്റെ റസൂലിന് തിരിഞ്ഞില്ലേ? അള്ളാന്റെ റസൂലിന് ആയത്തുൽ കുർസിയുടെ ബഹുമാനം തിരിഞ്ഞില്ലേ? ബിസ്മിയുടെ ബഹുമാനം തിരിഞ്ഞില്ലേ? ദിക്റുകളുടെ ബഹുമാനം തിരിഞ്ഞില്ലേ? അസ്തഗ്ഫിറുല്ലാഹയുടെ ബഹുമാനം തിരിഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹയുടെ ബഹുമാനം തിരിഞ്ഞില്ലേ? അവരാ അള്ളാഹു നിശ്ചയിക്കാത്ത, അവന്റെ റസൂലിലൂടെ പഠിപ്പിക്കാത്ത സമയം, എണ്ണം, വണ്ണം ഒക്കെ നിശ്ചയിച്ചിട്ട് അതിന് പ്രത്യേകതയും പ്രാധാന്യവും ഉണ്ടെന്ന് പറയുന്നതാണ് ബിദ്അത്ത്. കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. സർവ്വ ബിദ്അത്തുകളും വഴികേടുകളും നരകത്തിലേക്കാണ് കൊണ്ടുപോവുക. അതുകൊണ്ട് എന്ത് വേണം? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചോടത്ത് നിന്നോളി. ആയത്തല്ലേ, ദിക്റല്ലേ, ഖുർആനല്ലേ എന്ന് പറഞ്ഞിട്ട് അനവസരത്തിൽ അതിനില്ലാത്ത മഹത്വവും ഇല്ലാത്ത എണ്ണവും വണ്ണവും നിശ്ചയിക്കരുത്. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. മുസ്ലിയാക്കന്മാർ വരെ ഈ കാര്യത്തിൽ സമ്മതിക്കുന്നില്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും എത്തുമ്പോൾ അവരും ഇതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഈ അടിസ്ഥാന തത്വം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അനവസരത്തിൽ ഖുർആൻ ഓതിയാൽ അങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു നോക്കിയേ.
ഉദാഹരണം, ഒരു മുസ്ലിയാരോട് നിങ്ങൾ ചോദിക്ക്, റുക്കൂയിൽ ഞാൻ ഫാത്തിഹയാണ് ഓതുന്നത്, ശരിയോ തെറ്റോ? മുസ്ലിയാർ അല്പബോധമുള്ള മുസ്ലിയാരാണെങ്കിൽ എന്താ മറുപടി പറയാ? തെറ്റാണ്, നീ ഫാത്തിഹ ഓതിയാ നിനക്ക് ശിക്ഷ കിട്ടുന്ന പറയാ. എന്താ കാരണം? റുക്കൂഴ് അതിനുള്ളതല്ല, റുക്കൂഴ് ഖുർആൻ ഓതാനുള്ളതല്ല. അപ്പൊ ഈ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും, ഫാത്തിഹയല്ലേ, മഹത്വമുള്ളതല്ലേ, മഹത്വമേറിയ ഖുർആനല്ലേ, ഒരക്ഷരത്തിന് 10 പുണ്യല്ലേ എന്നൊക്കെ അവിടെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതന്നെ ഇതിൻ്റെയും മറുപടി. സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു നേരറിഞ്ഞ് ആ പാതയിൽ മുന്നേറുവാനുള്ള തൗഫീഖ് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. സുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കുക, ബിദഅത്തുകളെ ഒഴിവാക്കുക, നബിചര്യകളെ അനുധാവനം ചെയ്യുക. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.